വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സുപ്രസിദ്ധ ദളിത് ചിന്തകരും നവോത്ഥാന നായകനുമായ സണ്ണി എം കവിക്കാട് മത്സരിക്കും. UDFന്റെ സ്വതന്ത്രനായിട്ടായിരിക്കും അദ്ദേഹം മാറ്റുരയ്ക്കുക എന്നൊരു വാർത്ത മീഡിയ വൺ ചാനലിൽ കണ്ടപ്പോൾ നമ്മളാരും അത് വിശ്വസിച്ചില്ല. കാരണം ഇദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും മീഡിയ വൺ ചാനലുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി മീഡിയ വൺ ഗൂണ്ടടിക്കുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടത് UDFന്റെ മുഖപത്രം അല്ലെങ്കിൽ UDFന്റെ പ്രധാന ജിഹ്വ എന്ന് പറയാവുന്ന മലയാള മനോരമയുടെ ടെലിവിഷൻ ചാനൽ ഈ വാർത്ത ഏറെക്കുറെ സ്ഥിരീകരിച്ചു എന്നുകൊണ്ടാണ്. ഈ വേറെ മനോരമയിൽ വരുന്ന ഏത് വാർത്തയും നമുക്ക് അവിശ്വസിക്കാം. കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ടോ മിഡിൽ കമാൻഡുമായിട്ടോ ലോ കമാൻഡുമായിട്ടോ ബന്ധപ്പെട്ട വാർത്തകൾ മനോരമയിൽ കണ്ടാൽ നമുക്കത് വിശ്വസിക്കല്ലാതെ വേറൊരു മാർഗമില്ല. കാരണം ഈ തീരുമാനങ്ങൾ എടുക്കുന്ന മിക്കവാറുമൊക്കെ കോട്ടയത്തെ മനോരമയുടെ ഓഫീസിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ മനോരമ അറിയാതെ കോൺഗ്രസിൽ ഒരു ഇല പോലും അനങ്ങയില്ല, അല്ലെങ്കിൽ ഒരു തൂവൽ പോലും കൊഴിയുകയില്ല. മനോരമയിൽ ഈ ചരമക്കോളം കഴിഞ്ഞാൽ പിന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം കോൺഗ്രസിൽ നടക്കുന്ന അന്തർനാടകങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ്. ഉദാഹരണത്തിന് ജോസ് കെ മാണിയെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് മെത്രാന്മാർ മുഖേന ശ്രമം നടക്കുന്നു എന്ന വാർത്ത വരികൾക്കിടയിലൂടെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മനോരമയായിരുന്നു. പക്ഷെ മനോരമ വായിക്കുന്നവരിൽ മാർക്സിസ്റ്റുകാരും ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ സൂചന VN വാസവനും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അവർ ജോസ് കെ മാണിയെ ക്ലാമ്പിട്ട് UDFൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്തു. വേണ്ടി വന്നാൽ പാർട്ടി പിളർത്തിക്കളയും എന്ന ഭീഷണിയും മുഴക്കി. അതുകൊണ്ട് മെത്രാന്മാർ തൽക്കാലം കാസയും പീലാസയും ഒക്കെ താഴെ വെച്ചു. ജോസ് മോനെ LDFൽ തുടരാൻ അനുവദിച്ചു. അതാണ് സംഭവിച്ചത്. മനോരമ ഈ കാര്യം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇപ്പൊ സണ്ണി എം കവിക്കാട് തന്നെ ആയിരിക്കാം UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വൈക്കത്ത് മത്സരിക്കുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. ഈ വൈക്കം മണ്ഡലം ഉണ്ടായതിനു ശേഷം അപൂർവത്തിൽ അത്യപൂർവമായിട്ട് മാത്രമേ അവിടെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. 1952 54 നമ്മുടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പിതാവ് CK വിശ്വനാഥൻ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് വൈക്കം. 57 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് KR നാരായണൻ ജയിച്ചു. അത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. രാഷ്ട്രപതിയായിരുന്ന നാരായണനല്ല, മറ്റൊരു നാരായണനുണ്ട്. അദ്ദേഹം 1957 ജയിച്ചു. 1960 വിമോചന സമരം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ KR നാരായണൻ തോറ്റു. അവിടെ PS ശ്രീനിവാസൻ ജയിച്ചു. പിന്നീടാണ് അത് സംവരണ മണ്ഡലമായിട്ട് മാറിയത്. സംവരണ മണ്ഡലമായതിനു ശേഷവും അതിൻ്റെ സ്വഭാവത്തിൽ പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല. ഏറ്റവും അവസാനം ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചത് KK ബാലകൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് 1991 മറ്റോ ആയിരിക്കും. അതും ചെറിയ വ്യത്യാസത്തിലാണ്. വളരെ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. അവിടെ സാധാരണയായിട്ട് CPIയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും CPIയുടെ ആശയാണ് അവിടുത്തെ MLA. ആശ 2 ടേം പൂർത്തീകരിച്ചു. ഇത്തവണ പാർട്ടി ഇളവ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആശയ്ക്ക് മത്സരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക. ഏതായാലും CPIയുടെ ഒരു സീറ്റിലാണ് ഈ സണ്ണി എം കവിക്കാട് എന്ന് പറഞ്ഞ ചിന്തകൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കോരിത്തരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം മത്സരിക്കുന്നതുകൊണ്ട് അവിടെയുള്ള 20,000 പരിവർത്തിത ക്രൈസ്തവർക്ക്, അതായത് ക്രിസ്തുമതം സ്വീകരിച്ച പട്ടികജാതിക്കാരുടെ വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടും എന്നാണ് മീഡിയ വണ്ണിൻ്റെ ഒരു കണക്ക്. എത്ര പരിവർത്തിത ക്രൈസ്തവർ അവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതിന് കൃത്യമായിട്ടുള്ള കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. പട്ടിക സമുദായക്കാർ ഗണ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പരിവർത്തിത ക്രൈസ്തവരോട് അത്ര അടുപ്പമില്ലാത്ത ഒരു കൂട്ടരാണ് ഈ ഹിന്ദുമതത്തിൽ ഉറച്ചു നിൽക്കുന്ന പട്ടികജാതിക്കാർ. പുലമഹാസഭക്കാർ എത്ര പേര് വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റ് പട്ടിക സമുദായക്കാർ എത്ര പേര് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്നുള്ളതിൽ സംശയമുണ്ട്. ഈ പരിവർത്തിത ക്രൈസ്തവർ എന്ന് പറഞ്ഞ OBC കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ പുള്ളി തന്നെ OBC ആണ്. OBC വിഭാഗത്തിൽപ്പെട്ട ആളെങ്ങനെ സംവരണ മണ്ഡലമായ വൈക്കത്ത് മത്സരിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ അദ്ദേഹം സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഹിന്ദുമതത്തിൽ ചേർന്നതായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പുള്ളി തന്നെ ഒരിക്കൽ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും പുള്ളി വൈക്കത്ത് മത്സരിക്കാൻ പോകുന്നത് എന്ന് വേണം വിചാരിക്കാൻ.
കൊടിക്കുന്നിൽ സുരേഷും PK ബിജുവൊക്കെ അങ്ങനെ ചെയ്തവരാണ്. ഇനിയിപ്പോൾ സണ്ണി കവിക്കാടിന് മാത്രമായിട്ട് അതിനൊരു മാറ്റം വരുത്തേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിച്ചാൽ ജയിക്കോ എന്നുള്ള വേറെ ചോദ്യമാണ്. ഏതായാലും അംബേദ്കറായിട്ട് ബുദ്ധിജീവികൾ എല്ലാവരും പുള്ളിക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹം വാ തുറക്കുമ്പോഴൊക്കെ സവർണ സമുദായക്കാരെ, സവർണ ഹിന്ദുക്കളെ ആണെങ്കിലും സവർണ ക്രിസ്ത്യാനികളെ ആണെങ്കിലും ആക്ഷേപിച്ച് സംസാരിക്കുന്ന ആളാണ്. അവരോട് പുള്ളിക്ക് വലിയ പുച്ഛവും പരിഹാസവുമാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വൈക്കത്ത് വോട്ടുണ്ട് എന്നുള്ളത് പ്രസ്താവികമായിട്ടുള്ളൊരു കാര്യമാണ്. അവരിൽ അധികം പേരും കോൺഗ്രസിന് പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വേറൊരു തമാശയാണ്. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സവർണ സമുദായക്കാരിൽ എത്ര പേർ ഈ ദളിത് ബുദ്ധിജീവിക്ക് വോട്ട് ചെയ്യും എന്നുള്ള പ്രശ്നം ഒരു വിഷയമായിട്ട് വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മണ്ഡലത്തിൽ കാലാകാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പട്ടിക സമുദായക്കാരും ഈഴവരാതി പിന്നാക്ക സമുദായക്കാരും ഇനി ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട് വോട്ട് മാറ്റി ചെയ്യുമോ എന്ന കാര്യത്തിലും നമുക്ക് സന്ദേഹമുണ്ട്. എല്ലാ ഘടകങ്ങളും ഒത്തു വന്നാൽ പുള്ളി ജയിക്കും. പുള്ളി ജയിച്ചാൽ MLA ആവും. MLA ആയാൽ പിന്നെ മന്ത്രിയോ ഡെപ്യൂട്ടി സ്പീക്കറോ എന്തെങ്കിലുമൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏതായാലും കോൺഗ്രസിന്റെ ഈ ഒരു ശ്രമത്തെ ഞാൻ ശ്ലാഘിക്കുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സമീപകാലത്തൊന്നും ഒരു ബുദ്ധിജീവിയും നിയമസഭയ്ക്ക് മത്സരിച്ചിട്ടില്ല. അഖിലേന്ത്യയിലെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പല ബുദ്ധിജീവികളുണ്ട്. ജയറാം രമേശുണ്ട്, ശശി തരൂരുണ്ട്, മറ്റു പലരുമുണ്ട്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസിന് ബുദ്ധിജീവികളുടെ ഒരു ദാരിദ്ര്യമുണ്ട്. ഈ ജോസഫ് വാഴക്കനെ പോലെ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ പോലെ, അതുമല്ലെങ്കിൽ TJ വിനോദിനെ പോലെ, CR മഹേഷിനെ പോലെ ഉള്ള ബുദ്ധിജീവികൾ മാത്രമേ കോൺഗ്രസിന് വേണ്ടി ഇതുവരെ നിയമസഭയിലെത്തി. അങ്ങനെ അല്ലാത്ത ഒരു പവൻമാറ്റ് ബുദ്ധിജീവി ഇതുവരെ ഉണ്ടായിട്ടില്ല. പണ്ട് PK ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ബുദ്ധിജീവിയെ കരുണാകരനുള്ള സമയത്ത് പട്ടാമ്പിയിലോ മറ്റോ മത്സരിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം തോറ്റുപോയി. പട്ടാമ്പിക്കാർക്ക് അദ്ദേഹത്തിന് അത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ട് ജനങ്ങൾ എതിർ സ്ഥാനത്തേക്ക് കൂട്ടി. K ഇസ്മായിലായിരുന്നു എൻ്റെ ഓർമ്മ. ഇസ്മായിൽ ജയിച്ചു. അങ്ങനെ കോൺഗ്രസിൽ പൊതുവെ ബുദ്ധിജീവികൾ ക്ലച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജയസാധ്യത എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ബുദ്ധിജീവികൾ മത്സരിക്കുന്നത് നല്ലതാണ്. ബുദ്ധിജീവികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവും. മാത്രമല്ല, പാർട്ടിക്കാർക്കും ബുദ്ധിജീവികളെ മത്സരിപ്പിക്കുമ്പോഴേ ഇവരെ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും. നേരെ വെച്ച് രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല. അവരെവിടെ ചെല്ലുന്നു അവിടെ വീണാടം വിഷ്ണുലോകം എന്ന രീതിയിൽ മത്സരിക്കും. വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കും. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൊണ്ടും പാർട്ടിയുടെ ശക്തി കൊണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈക്കത്തുകാരനായ സജീന്ദ്രൻ കുന്നത്തുകാട്ടിൽ മത്സരിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. സജീന്ദ്രന് അറിയാം എങ്ങനെ വോട്ട് പിടിക്കണം, എങ്ങനെ വീട് കയറി വോട്ട് ചോദിക്കണം, ഏതൊക്കെ സമുദായ അധ്യക്ഷന്മാരെ കാണണം, നായന്മാർക്ക് എത്ര വോട്ടുണ്ട്, ഈഴവർക്ക് എത്ര വോട്ടുണ്ട്, പട്ടികജാതിക്കാർ മൊത്തം എത്ര പേരുണ്ട്, അതിൽ പുലേര എത്രയുണ്ട്, പുലേര അല്ലാത്തവർ എത്രയുണ്ട്, അതിൽ നമുക്ക് കിട്ടുന്ന വോട്ട് എത്രയാണ്, നമുക്ക് കിട്ടാത്ത വോട്ട് എത്രയാണ്, CPMന്റെ കോർ വോട്ട് എത്രയുണ്ട്, BJPയിലേക്ക് പോകാവുന്ന വോട്ട് എത്രയുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പിന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടർമാർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗക്കാർ, അതിൽ തന്നെ യാക്കോബായക്കാർ എത്രയുണ്ട്, കത്തോലിക്കർ എത്രയുണ്ട്, മലങ്കരക്കാർ എത്രയുണ്ട് എന്നറിയണം. മുസ്ലിം വോട്ടർമാർ എത്ര പേരുണ്ട്, അതിൽ പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്യുന്നവർ എത്രയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർ എത്രയുണ്ട്, ലീഗുകാർ എത്രയുണ്ട്, കോൺഗ്രസ്സുകാരായ ദേശീയ മുസ്ലിങ്ങൾ എത്രയുണ്ട് എന്നൊക്കെ സജീന്ദ്രൻ അറിയാം. അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് ഇടപെട്ട് ബന്ധമുണ്ട്, പരിചയമുണ്ട്. അദ്ദേഹം ബുദ്ധിജീവിയല്ല, സാധാരണ ജീവിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നേരെ മറിച്ച് സണ്ണി കവിക്കാരനെ പോലുള്ള ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമുള്ള ജോലിയാണ്. ഏതായാലും ദളിത് ബുദ്ധിജീവികൾക്ക് കേരള നിയമസഭ അന്യമല്ല എന്ന് തെളിയിക്കാനുള്ള അതിമനോഹരമായ ഒരു അവസരമാണ് കൈവന്നിട്ടുള്ളത്. അതുകൊണ്ട് വൈക്കത്തുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വിശ്വാസം നമ്മളെ പൊറപ്പിക്കട്ടെ എന്നാണ് കർത്താവ് ഈശോ മിശിഹ ബൈബിളിൽ തന്നെ അരുളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പരിവർത്തിത ക്രൈസ്തവനായ ജാതി സർട്ടിഫിക്കറ്റിൽ അനിൽകുമാർ എന്ന് പേരുള്ളത് കൊണ്ട് സർക്കാർ ഉദ്യോഗം ലഭിച്ച നമ്മുടെ പ്രിയ സുഹൃത്തിന് വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.